അങ്ങനെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണ് കേട്ടോ. വേറെങ്ങുമല്ല, നമ്മുടെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഒരുപാട് തവണ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അമ്പലത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോകുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ യാത്ര അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്നും പറയാം. ഇന്ന് തന്നെ ഇങ്ങനൊരു യാത്ര നടത്താനും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ മാളു ചേച്ചിയുടെ പിറന്നാളായിരുന്നു കേട്ടോ. പിറന്നാൾ ദിവസം വടക്കുംനാഥനെ തൊഴണം എന്നുള്ളത് ആളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ആ ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ കൂടി. വളരെ മോശം കാലാവസ്ഥയായിരുന്നെങ്കിൽ കൂടിയും യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ ദേ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് കുറേ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ച് ഞങ്ങളിതേ കുടയൊക്കെ ചൂടിയിട്ടോ പോണേ. കാരണം ഇറങ്ങിയ സമയം മുതൽ നല്ല മഴയായിരുന്നു. വീണ്ടും മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. എന്നാലും നല്ല രീതിക്ക് തന്നെ തൊഴാനൊക്കെ സാധിച്ചു. ഈ ഒരു കാലാവസ്ഥയിലും അവിടെയൊക്കെ നിൽക്കാനും കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. അങ്ങനെ വടക്കുംനാഥനെ തൊഴുതിറങ്ങിയ ഞങ്ങൾ നേരെ പോയത് പാറമ്മിക്കാവിലായിരുന്നു കേട്ടോ. അവിടെയും തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയി വിശന്നപ്പോൾ നല്ല ശരവണ ഭവനിലൊക്കെ കയറിയിട്ട് മസാല ദോശ കഴിക്കാമെന്ന് കരുതി കേട്ടോ. സത്യത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഈ മഴയും കൊണ്ട് ഈ ഒരു പാടവരമ്പും കയറി പോകുന്നത് ഞങ്ങൾ ചിറ്റയുടെ വീട്ടിൽ പോകുന്നതാട്ടോ. അപ്പോൾ ചിറ്റയുടെയും പിറന്നാളായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ചിറ്റയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ രേഷ്മ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കൂടിയിട്ടു. ഇത് രേഷ്മ ചേച്ചി മാളു ചേച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്ത് നല്ലൊരു മഴക്കാലത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് പോയ സമയത്ത് വിഷ്ണു ചേട്ടനെടുത്ത് വെച്ചൊരു ഫോട്ടോയായിരുന്നു കേട്ടോ. നല്ലൊരു മികച്ച ഫ്രെയിം തന്നെയായിരുന്നേ. അത് ഓർമ്മയിൽ വെച്ച രേഷ്മ ചേച്ചി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തെടുത്തു. വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആരോഹിക്ക് എപ്പോഴും നാണം തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേ മാളു ചേച്ചി ആ ഗിഫ്റ്റൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ ആൾക്ക്. കാരണം ഒരു സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ കിട്ടിയ ഈ ഒരു സാധനവും പിന്നെ നമ്മുടെ ജ്യൂസും എല്ലാം കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.